എനിക്കൊരു അമ്മുമ്മ അറിയാമായിരുന്നു. അമ്മുമ്മ മരിച്ചുപോയി നിരവധി വർഷങ്ങളായി. അമ്മുമ്മയ്ക്ക് എല്ലാ ദിവസവും ബുധനാഴ്ച ശനിയാഴ്ചയാണ് ചന്തയിൽ മക്കളും ചെറുമക്കളും സാധനം വാങ്ങാൻ പോകുന്നത്. ബാക്കി എല്ലാ ദിവസവും പോയി മത്സ്യം വാങ്ങും. എങ്കിലും ബുധനും ശനിയാണ് ചന്ത, പ്രധാനപ്പെട്ട ചന്ത. ഗ്രാമത്തിലാണ് പ്രധാനപ്പെട്ട ചന്ത. അവിടെ പോയി സാധനം വാങ്ങാൻ പോകും. അപ്പോൾ ഈ ബുധനാഴ്ച ശനിയാഴ്ചയും അമ്മമ്മയ്ക്ക് വെറ്റയും കൂടെ മുറുക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരും. മുറുക്കാൻ തിന്നുന്ന ശീലമുണ്ട്. അപ്പം വെറ്റയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ വെറ്റയ്ക്ക് ലാഭമുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ 5 പൈസ 10 പൈസ കൊടുത്ത വെറ്റ കിട്ടണ കാലമല്ലേ, കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം മുറുക്കാൻ തിന്നു. ഇന്നത്തെ പോലെ ക്യാൻസറൊന്നും വന്നിട്ടില്ല. കൂടുതൽ പൊയില കുറച്ചേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്യാൻസർ കുറവാണ്, ചുണ്ണാമ്പും കുറവാണ്. പാക്കും വെറ്റയാണ് കൂടുതൽ വായിക്കാത്തിട്ട് ചവച്ച് തുപ്പിക്കളയും. അതൊരു സുഖം. അപ്പോൾ ഈ അമ്മയ്ക്ക് പച്ച വെറ്റയാണ് ഏറ്റവും നല്ല ഇഷ്ടം. പച്ച വെറ്റ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു ടേസ്റ്റ് ഒന്നും തോന്നാത്തതുകൊണ്ട് വെറ്റില വച്ചേക്കും. അപ്പോൾ അത് പഴുക്കും. പഴുക്കുമ്പോൾ പിള്ളേർ വീണ്ടും പച്ച വെറ്റ വാങ്ങിച്ചുകൊണ്ട് വരും. അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഴുത്ത വെറ്റിലെടുത്ത് കഴിച്ചിട്ട് പച്ച മാറ്റി വയ്ക്കും. അടുത്ത ആഴ്ച പച്ച വീണ്ടും പഴുക്കും. അപ്പോഴും മാറ്റിക്കൊണ്ടിരും പുതിയത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ അമ്മ എന്നും അമ്മുമ്മ എന്നും പഴുത്ത വെറ്റില മാത്രമേ കഴിക്കുകയുള്ളൂ. പച്ച വെറ്റില കഴിക്കാൻ പറ്റുന്നില്ല. കാരണം പച്ച മാറ്റിടുമ്പോൾ പഴുത്തത് ഇവിടെ ഇരിക്കുകയല്ലേ. ഇതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തെറ്റ് ചെയ്യും തിരുത്തും, തെറ്റ് ചെയ്യും തിരുത്തും, തെറ്റ് ചെയ്യും തിരുത്തും. തെറ്റ് തിരുത്തലാണ്. എപ്പോഴാണ് ശരി ചെയ്യുന്നത്? ഇപ്പം തന്നെ നമ്മളെ വെളിപാട് ചേട്ടൻ ഷംസീർ ചേട്ടൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. എന്താ പ്രസ്താവന? നല്ല പ്രസംഗമാണ്. അത് കേട്ടത് നല്ല രസമാണ്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾക്ക് പാളി, ഞങ്ങൾ തിരുത്തിയില്ലേ. ഇനിയിപ്പോൾ എന്ത് തിരുത്തുന്ന? അവിടെ ആമ്പിള്ളേർ ജയിച്ച് നിയമസഭയിലിരിക്കുന്നു. പയ്യന്നൂരിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ തിരുത്തി. എവിടെ തിരുത്തി? പയ്യന്നൂരിലെ ആൾ ഇവിടെ അസംബ്ലിയിലുണ്ട്. അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റാണെന്ന് ഞങ്ങൾ അറിഞ്ഞു, തിരുത്തി. ഇനി അയ്യപ്പ സംഗമം മാറ്റി വയ്ക്കാൻ പറ്റും? നടത്തി കഴിഞ്ഞില്ലേ. വെള്ളാപ്പള്ളി നടേശനെ വല്ലാതെ പൊക്കിക്കൊണ്ട് നടന്നത് മലപ്പുറത്ത് കുഴപ്പം ചെയ്തു, ഞങ്ങൾ തിരുത്തി. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പൊക്കാൻ വെള്ളാപ്പള്ളി നടേശൻ വരുന്നില്ല ഇങ്ങോട്ട്, എന്നിട്ടല്ലേ പൊക്കാൻ. പുള്ളി ഒരു ന്യൂട്രൽ അടിച്ച് നിൽക്കുകയാണ്. സതീശൻ്റെ ഭരണമൊക്കെ ആയതുകൊണ്ട് ന്യൂട്രലിൽ നിൽക്കുകയാണ്. UDF ഭരണമൊക്കെ ആയതുകൊണ്ട്. നിങ്ങൾ എവിടെ തിരുത്തി? ആര് തിരുത്തി? ഒരു തിരുത്തും ഉണ്ടായില്ല. തിരുത്തും എന്ന് പറയും, പക്ഷെ തിരുത്തൂല. പച്ചവറ്റ തിന്നാന്ന് അമ്മൂമ്മ പറയും, പക്ഷെ തിന്നൂല. പഴുത്തതേ തിന്നും. വീണ്ടും പച്ച പഴുക്കും, പച്ച പഴുക്കും, പച്ച പഴുക്കും. നിങ്ങൾ ഇതുപോലാണ് കാര്യങ്ങൾ. ചെയ്യാമെന്ന് പറയും, ചെയ്യൂല. തിരുത്താമെന്ന് പറയും, തിരുത്തൂല. ഭയങ്കര തിരുത്തലാണ്, പക്ഷെ ഒരു തിരുത്തലും ഉണ്ടാവില്ല. ആഡംബര ജീവിതം തിരുത്തുമോ? പിന്നെ തിരുത്തും. ഒന്നും തിരുത്തൂല. ഫണ്ട് പിരിവ് തിരുത്തുമോ? പിന്നെ. പയ്യന്നൂരിലെ ഫണ്ട് പിരിവിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ തലശ്ശേരിയിൽ ഫണ്ട് പിരിവ് വേറെ അടുത്ത വിഷയം കിടക്കണം. തിരുവനന്തപുരത്ത് PK ബിജു എന്ന് പറയുന്ന മരിച്ചുപോയ ആളിൻ്റെ ഫണ്ട് പിരിവ് ആകെ കുഴഞ്ഞു കിടക്കുന്നു. ചോദിച്ചോ പറഞ്ഞ് വയനാട് ദുരന്തമൊക്കെ വന്നതല്ലേ. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. DYFIക്കൊക്കെ ഒരു പരിപാടി വന്നപ്പോൾ വേറൊരു പരിപാടി കടന്നു പോയെന്ന്. ചുമ്മാതല്ല നമ്മളെ ആളുകൾ കളിയാക്കുന്ന. പൊതിച്ചോറ് കൊടുക്കാൻ കൊള്ളാമെന്നുള്ള പാർട്ടിയാണ്, വേറൊന്നിനും കൊള്ളൂല്ല എന്ന് പറയുന്നത്. പൊതിച്ചോറ് കൊടുക്കണം മോശമുള്ള കാര്യമല്ല, വളരെ മനോഹരമായൊരു കാരുണ്യ പ്രവർത്തനം. പക്ഷെ അതിനേ കൊള്ളാവൂ, വേറൊന്നിനും കൊള്ളൂല. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ, സാമുദായിക കാര്യങ്ങളിൽ പ്രതിരോധിക്കാൻ, ബഹുജന സംഘടനകളുടെ കാര്യത്തിൽ പ്രതിരോധിക്കാനൊന്നും DYFIയും ഇല്ല, പാർട്ടിയും ഇല്ല എന്നുള്ള അവസ്ഥയിലാണെന്ന് ഞാനല്ല പറയുന്നത്, ഷംസീർ ഭായിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിന് തന്നെ സീറ്റ് കൊടുക്കാതെ അദ്ദേഹം മത്സരിച്ചില്ല. ചോദിച്ചോ പറഞ്ഞു, അത് എന്തോ കാര്യമില്ല, സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു. മുഹമ്മദ് റിയാസ് തീരുമാനിച്ചതാണ്. നേരത്തെ മുഹമ്മദ് റിയാസും ഷംസീറും കൂടെ ജയിച്ചപ്പോൾ ഷംസീറിന് മന്ത്രിയാവണമെന്ന് പറഞ്ഞ് വലിയ ബഹളം കാണിച്ചപ്പോൾ അങ്ങനെ 2 മന്ത്രി ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും അങ്ങനെ വേണ്ട, മുഹമ്മദ് റിയാസ് മന്ത്രി മതി, ഷംസീർ അങ്ങനെ ഷൈൻ ചെയ്യേണ്ടെന്ന് മുഹമ്മദ് റിയാസ് തീരുമാനിച്ചു. അങ്ങനെയാണ് വഴക്കായി പിന്നെ സ്പീക്കറാക്കിയത്. സ്പീക്കറാക്കി ഒറ്റ തവണ കൊണ്ട് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് കൊടുത്തില്ല. അങ്ങനെ വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ ഉരുണ്ടുപോയി. അപ്പോൾ വളരെ വളരെ രസകരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ആലോചിച്ചാൽ ഭ്രാന്ത് വരും. ആ ഭ്രാന്ത് വരുന്ന വർത്തമാനമാണ് നമ്മുടെ ചേട്ടൻ ഭായി, അതായത് ഷംസീർ ഭായി പറഞ്ഞിരിക്കുന്നത്. ഭായി പറഞ്ഞത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം. നമുക്ക് ഒരു കാരണവശാലും എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ കാര്യവും ഞങ്ങൾ തിരുത്തും, പക്ഷെ ഞങ്ങൾ ഇനിയും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യൂല എന്ന് പറയുന്നില്ല, ഞങ്ങൾ ശരി ചെയ്യും എന്നൊരിക്കലും പറയുന്നില്ല. തെറ്റ് ചെയ്യും തിരുത്തും, തെറ്റ് ചെയ്യും തിരുത്തും. കാലം കഴിഞ്ഞു പോയില്ലേ മാഷേ. ശബരിമല സംഗമം ഇനിയിപ്പോൾ തിരുത്തിയിട്ട് എന്താ കാര്യം? ഇതുപോലത്തെ ഒന്നും ചെയ്യാതിരിക്കുമോ? വീണ്ടും ഇതിനേക്കാൾ 10 മടങ്ങ് വലിയ കാര്യം ചെയ്യും നിങ്ങൾ, എന്നിട്ട് തിരുത്തും. ഇത് പാടില്ല. തെറ്റ് ചെയ്യാതിരിക്കൂ, ശരി ചെയ്യൂ. ശരി തെറ്റ് ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കൂ. എന്നിട്ട് ശരികൾ മാത്രം ചെയ്യാൻ നോക്കൂ.
അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തെറ്റ് പറ്റും. ഇത് തെറ്റുകളേ പറ്റുന്നുള്ളൂ, ശരികളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ നോക്കിയ ശരികേട്.